കൂത്താട്ടുകുളത്തെ കൗൺസിലർ കലാരാജുവിന്റെ വാർത്ത, കലാരാജുവിന്റെ തന്നെ പ്രതികരണം നമ്മൾ കേട്ടു. അതുമായി ബന്ധപ്പെട്ടതായപ്പോൾ കലാരാജുവിന്റെ മകൾ ഇന്നലെ ഒരു പരാതി നൽകിയിരുന്നു പോലീസിൽ. അതിൽ നടപടി എടുക്കുന്നില്ല പോലീസ്. എഫ്ഐആർ ഇട്ടിട്ടും പ്രതികൾക്കെതിരെ നടപടിയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനിടെ കലാരാജു CPM ഏരിയ കമ്മിറ്റി ഓഫീസിനുള്ളിൽ ഇരിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. അസ്വസ്ഥതയുണ്ടെങ്കിൽ പറയട്ടോ. ഓഫീസിനകത്തെ ദൃശ്യങ്ങളാണ്. അതിൽ അവരോട് സംസാരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഡോക്ടറാണ്, ഡോക്ടർ പരിശോധിക്കുകയാണെന്ന് തോന്നുന്നു, BP ചെക്ക് ചെയ്യുകയാണെന്ന് തോന്നുന്നു. ബിനിൽ നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രവർത്തകരും ഒപ്പമുണ്ട് കുറെ പേർ. ബിനിൽ, ഇവിടെ നിന്ന് ഈ ഡോക്ടർ പരിശോധനയ്ക്ക് പിന്നാലെയാണോ താലൂക്ക് ആശുപത്രിയിലേക്ക് കലാരാജുവിനെ മാറ്റിയത്? ഇപ്പൊ ഈ ദൃശ്യങ്ങൾ ആരാണ് പുറത്തുവിട്ടത്? CPM ആണോ? ആര്യ, ഇപ്പോൾ ആ ദൃശ്യങ്ങൾ CPM ഏരിയ സെക്രട്ടറി ഫേസ്ബുക്ക് പേജിലാണ് പങ്കുവച്ചിരിക്കുന്നത്. അതായത് CPM ഏരിയ കമ്മിറ്റി ഓഫീസിനുള്ളിൽ കലാരാജു ഇരിക്കുന്ന ദൃശ്യങ്ങളടക്കം, അതായത് ആര്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഡോക്ടർ എത്തി കലാരാജുവിനെ പരിശോധിക്കുന്ന അടക്കമുള്ള ദൃശ്യങ്ങളാണ് CPM പങ്കുവച്ചിരിക്കുന്നത്. കലാരാജുവിന് ചുറ്റും മറ്റ് CPMന്റെ വനിതാ പ്രവർത്തകരടക്കം കൗൺസിലർമാരടക്കമുള്ളവർ നിൽക്കുന്നതും ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ഇന്നലെ ആര്യയ്ക്ക് ഓർമ്മയുണ്ടാകും, നമ്മൾ ഇന്നലെ വൈകിട്ട് CPM ഓഫീസിന് മുന്നിൽ നിൽക്കുമ്പോഴാണ് കലാരാജു പുറത്തേക്ക് വരുന്നത്. CPM നേതാക്കൾക്കൊപ്പം കലാരാജു പുറത്തേക്ക് വരികയും അവരെ വാഹനത്തിൽ കയറ്റി കിഴകുമ്പുള്ള കലാരാജുവിന്റെ വീട്ടിലേക്ക് CPM നേതാക്കൾ എത്തിക്കുകയുമാണ് ചെയ്തത്. അവിടെ നിന്ന് പോലീസാണ് കലാരാജുവിനെ നേരെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് കൊണ്ടുവരികയും അവിടെ വെച്ച് മൊഴി രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തത്. അതിനിടയിലേക്കാണ് കോൺഗ്രസ് നേതാക്കളടക്കം വന്ന് ഒരു നാടകീയമായ രംഗങ്ങളൊക്കെ പിന്നീട് ഉണ്ടാകുകയും മാത്യു കോഴൽ നാടനെത്തി കലാരാജുവിനെ അവിടെ നിന്ന് പുറത്ത് കൊണ്ടുവന്ന് എറണാകുളത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്യുന്നത്. അവിടെ വെച്ചാണ് കലാരാജുവിന്റെ ആ പ്രതികരണം വരുന്നത്. അതായത് CPM നേതാക്കളടക്കം തന്നെ തട്ടിക്കൊണ്ടുപോയി എന്ന വാദം അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഏറ്റവും നിർണായകമായ മൊഴി അവിടെ വെച്ചാണ് പുറത്തേക്ക് വരികയും ചെയ്യുന്നത്. CPM പറയുന്നത് തങ്ങളുടെ കൗൺസിലറെ തങ്ങൾ എന്തിന് തട്ടിക്കൊണ്ടുപോകണം എന്നതാണ്. ഈ ദൃശ്യങ്ങളടക്കം പങ്കുവെച്ചുകൊണ്ട് CPM ഏരിയ സെക്രട്ടറി PV രതീഷ് അങ്ങനെ പറഞ്ഞാൽ തീരില്ലല്ലോ. കാരണം ഈ സ്വാഭാവികമായും ഈ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് എത്തേണ്ട എന്ന് കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. എന്നിട്ട് കലാരാജു മാത്രം എത്തുമ്പോൾ അത് എന്തിനാണെന്ന് അവർക്ക് അറിയാമല്ലോ. അപ്പം ഞങ്ങളുടെ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് പ്രതിരോധിക്കാൻ കഴിയുമോ ബിനിൽ? ആര്യ, അങ്ങനെ പ്രതിരോധിക്കാൻ കഴിയില്ല. കാരണം കലാരാജു പുറത്തു വന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് വരെ CPMന് ആ പ്രതിരോധം പറയാൻ കഴിയുമായിരുന്നു. പക്ഷേ കലാരാജു പുറത്തു വന്ന് തന്നെ DYFI പ്രവർത്തകരടക്കം ബലമായി ചെയർപേഴ്സന്റെ കാറിൽ കയറ്റി തട്ടിക്കൊണ്ടുപോകുകയായിരുന്നു എന്ന് തന്നെ അവർ പറഞ്ഞു. CPM ഏരിയ കമ്മിറ്റി ഓഫീസിനകത്ത് കൊണ്ടുപോയി ഏതാണ്ട് 4-4.5 മണിക്കൂറോളം അവിടെ തനിക്ക് കഴിയേണ്ടി വന്നു എന്ന കാര്യവും പറയുന്നു. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ കലാരാജു വൈദ്യപരിശോധനയൊക്കെ നടക്കുന്ന ദൃശ്യങ്ങളാണുള്ളത്. പക്ഷേ CPM ഓഫീസിനുള്ളിൽ വെച്ച് തനിക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല എന്ന് അവർ മാധ്യമങ്ങളോട് പറയുകയും ചെയ്യുക. പക്ഷേ അവരുടെ പരാതി അവിടെ നിൽക്കുന്നു, പാർട്ടിക്കെതിരായ പരാതി നിൽക്കുന്നു. അവരെ ബലം പ്രയോഗിച്ച് ഒരു സ്ത്രീയെ അവരുടെ സാരി വലിച്ച് കീറാൻ ശ്രമിച്ചു എന്നതാണ് അവരുടെ പരാതി. അതായത് വസ്ത്രാക്ഷേപം നടത്തിയെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുഴപ്പം. സ്ത്രീത്വത്തെ അപമാനിച്ചതും തട്ടിക്കൊണ്ടുപോകലും അടക്കമുള്ള കൂടുതൽ വകുപ്പുകളിലേക്ക് ഈ കേസ് മാറുകയാണ്. എന്തായാലും CPM നേതാക്കളൊക്കെ തന്നെ പലരെയും നമുക്ക് ഫോണിൽ കിട്ടുന്നുണ്ട്. CPMന്റെ പ്രധാനപ്പെട്ട നേതാവ്, അതായത് ഇവര് ഉന്നയിക്കുന്ന പരാതി എന്ന് പറയുന്ന ബില്ല് പറഞ്ഞതുപോലെ തന്നെ പാർട്ടി ഓഫീസിൽ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ചിട്ട് എന്നെ ആരും ഒരു തരത്തിലും ഉപദ്രവിച്ചിട്ടില്ല എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ ഈ സ്വാഭാവികമായിട്ടും ഈ സമയത്ത് CPM ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത് ഒരു പ്രതിരോധത്തിന്റെ ഭാഗമായി തന്നെയായിരിക്കും. ഇതാ ഇങ്ങനെയൊക്കെയാണ് നടന്നത്, അവിടെ വനിതാ സഖാക്കൾ ഉണ്ടായിരുന്നു, അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നു, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത്. മാത്രം അത് മുൻപേ ഇങ്ങനെ തന്നെ കലാരാജു പറഞ്ഞിരിക്കെ ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നതിൽ ഒരു അർത്ഥം ഇല്ലാണ്ടാവുകയും ചെയ്യല്ലേ അല്ലേ?
ഈ ദൃശ്യങ്ങൾ CPM പുറത്തുവിട്ടുകൊണ്ട് അവർ ചോദിക്കുന്നത് തങ്ങളുടെ കൗൺസിലറെ തങ്ങൾ എന്തിന് തട്ടിക്കൊണ്ടുപോകണം? കലാരാജു പാർട്ടി ഓഫീസിൽ ഉണ്ടായിരുന്നു, അവർക്ക് വൈദ്യ പരിശോധനയ്ക്കുള്ള സൗകര്യങ്ങൾ അടക്കം തങ്ങൾ ചെയ്തു തന്നിരുന്നു. 4:30യോടുകൂടി അവരെ വീട്ടിൽ കൊണ്ടുപോയി വിടുകയും ചെയ്തു. ഇതാണ് CPM മുന്നോട്ട് വയ്ക്കുന്ന വാദം. പക്ഷേ കലാരാജു പുറത്തു വന്ന് കാര്യങ്ങൾ പറഞ്ഞതോടുകൂടി തന്നെ ഈ കേസിന്റെ സ്വഭാവം ഒക്കെ തന്നെ മാറുകയും ഇത് സംസ്ഥാനത്ത് തന്നെ വലിയ ചർച്ച ചെയ്യുന്ന ഒരു സംഭവമായി മാറുകയാണ്. കാരണം നിയമസഭ കൂടാൻ പോവുകയാണ്. ആ നിയമസഭയിൽ അടക്കം സ്വാഭാവികമായും കോൺഗ്രസ് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരും. കാരണം CPM സ്വന്തം കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ പാർട്ടിയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം സ്വാഭാവികമായും ഈ വിഷയം ശക്തമായി തന്നെ 25 വർഷത്തെ പാർട്ടി പാരമ്പര്യമുണ്ട് കലാരാജുവിന്. ഇന്നലെ മകൾ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ എല്ലാവരെയും അറിയാം, എല്ലാ സഖാക്കളെയും നേതാക്കളെയും ഒക്കെ അടുത്തറിയാം. അവരുടെ പേരെടുത്തുകൊണ്ടാണ്, ഇപ്പോൾ DYFI നേതാവ് അശോക് ആണെങ്കിലും പേരെടുത്തുകൊണ്ടായിരുന്നു പരാതി പറഞ്ഞത്. അപ്പം പോലീസിൽ പരാതി നൽകിയപ്പോൾ എന്തുകൊണ്ടാണ് ഈ അവിടെയുള്ള നേതാക്കളാണ്, പോലീസിന് അറിയുന്ന നേതാക്കളാണ്, പോലീസും ഇന്നലെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, നടപടി എടുക്കാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു വീഴ്ച കുടുംബം അല്ലെങ്കിൽ കലാരാജുവിന്റെ മകൾ ആരോപിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിനകത്ത് പോലീസിന്റെ വീഴ്ച ഇന്നലെ മുതൽ ഉണ്ടായിരുന്നു. കാരണം പോലീസിന്റെ കൺമുന്നിലാണ് ഇന്നലെ ഈ സംഭവങ്ങളെല്ലാം നടന്നത്. നമ്മൾ ചെറുതായി ഈ വിഷയത്തെ കാണരുത്. കാരണം ഒരു DYSP, ഒരു സർക്കിൾ ഇൻസ്പെക്ടർ, ഒരു 10-25ഓളം പോലീസുകാർ അവരെല്ലാം നിൽക്കുന്ന സമയത്താണ് ഈ കലാരാജുവിനെ മുടിക്കുത്തിന് പിടിച്ച് വലിച്ചഴച്ച് കൊണ്ടുവന്ന് അവരെ എടുത്ത് ചെയർപേഴ്സന്റെ കാറിലേക്ക് കയറ്റിക്കൊണ്ടുപോകുന്നത്. ആ സമയത്ത് എല്ലാം തന്നെ ആ പോലീസ് ആ വാഹനത്തിന് ചുറ്റുമുണ്ട്. പക്ഷേ ആരും തടഞ്ഞില്ല. എന്തുകൊണ്ട് തടഞ്ഞില്ല എന്നതാണ് പോലീസ് അതിന് മറുപടി പറയേണ്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ DYSPക്കും CIക്കും മറ്റു പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഈ പോലീസ് യഥാർത്ഥത്തിൽ ഈ കേസിൽ ഒരു പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ കേസിൽ പോലീസ് ഇപ്പോൾ പറയുന്നത് അതായത് കലാരാജുവിന്റെ മൊഴി കിട്ടുന്നതിന് മുൻപ് തന്നെ തട്ടിക്കൊണ്ടുപോകലടക്കമുള്ള വിഷയങ്ങൾ മുൻനിർത്തി കേസെടുത്തു എന്നാണ് പോലീസ് പറയുന്ന ന്യായീകരണം. പക്ഷേ ആ കേസെടുത്തെങ്കിൽ പോലും ഒരാളെ പോലും ഇതുവരെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇവരെ തട്ടിക്കൊണ്ടുപോയ വാഹനം അത് ഈ കൂത്താട്ടുകുളം നഗരസഭാ ചെയർമാൻ ഉപയോഗിക്കുന്ന ഔദ്യോഗിക വാഹനമാണ്. ആ വാഹനം പോലും ഗുരുതരമായ ആരോപണങ്ങളാണ് കലാരാജു ഉന്നയിക്കുന്നത്. വസ്ത്രാക്ഷേപം നടത്താൻ ശ്രമിച്ചു, കാല് വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തി, 6 മണിക്കൂറോളം കുടുംബവുമായി ബന്ധപ്പെടാൻ സമ്മതിച്ചില്ല. അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങളാണ്. പരാതി നൽകിയിട്ടുണ്ട്, നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് കലാരാജുവും കുടുംബവും പറയുമ്പോഴും പോലീസിന്റെ ഭാഗത്തുകൂടി വീഴ്ചയുണ്ട് എന്നാണ് അവർ പറയുന്നത്. പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ബില്ല് പറഞ്ഞതുപോലെ അവിടെ എല്ലാവർക്കും മുൻപിലാണ് സംഭവിച്ചത്. അതിനപ്പുറത്തേക്ക് ഇപ്പോഴും ഒരു നടപടിയും എടുക്കുന്നില്ല, നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന പരാതി. അത് ശരിയാണ്, ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ അതിനിടയിലാണ് ഈ CPMന്റെ ഭാഗത്ത് നിന്ന് ഈ ദൃശ്യങ്ങൾ ഏരിയ കമ്മിറ്റി ഓഫീസിനകത്ത് എന്താണ് നടന്നതെന്നുള്ള ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത്. പക്ഷേ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഒന്നും നടന്നിട്ടില്ല, മർദ്ദിച്ചിട്ടില്ല എന്ന് കലാരാജു നേരത്തെ തന്നെ പറഞ്ഞു വയ്ക്കേ അതും എന്തായാലും വെള്ളത്തിലായി പോവുകയാണ് CPM പുറത്തുവിട്ടേക്കുന്ന ഈ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും